ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുൻകൂർ ജാമ്യം നിഷേധിച്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിലാണ് സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകും. കിരൺ ചേരുകയാണ് വിവരങ്ങളുമായി. കിരൺ, ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാൻ അന്വേഷണ സംഘം എന്തൊക്കെ വാദങ്ങൾ കോടതിക്ക് മുന്നിൽ വയ്ക്കുന്നു? സ്വപ്ന, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആദ്യ ബലാത്സംഗ കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ മുൻകൂർ ജാമ്യം ഇന്ന് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശദമായിട്ടുള്ള വാദം തന്നെ കേൾക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും SIT ഇയാൾക്ക് മുൻകൂർ ജാമ്യം നൽകരുത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ഒരു വാദം. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളൊന്ന്, രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇയാൾക്കെതിരെ മുൻപ് സമാനമായിട്ടുള്ള കേസുകളുണ്ട്. പ്രത്യേകിച്ച് പിന്നീട് രാഹുലിന് എതിരായിട്ട് എടുത്തിട്ടുള്ള 2 കേസുകളുടെ അടക്കമുള്ള കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഏതായാലും SIT ഈ മുൻകൂർ ജാമ്യം എതിർക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ രാഹുലിനെതിരായിട്ടുള്ള 3ാമത്തെ ബലാത്സംഗ കേസിൽ ഇയാളുടെ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലെല്ലാം തന്നെ SITയുടെ വാദം കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്തും SIT മുന്നോട്ട് വെച്ചിരുന്ന ഒരു വാദം പ്രധാനമായിട്ടും രാഹുലിനെതിരായിട്ടുള്ള സമാന സ്വഭാവമുള്ള കേസുകളുടെ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഏതായാലും രാഹുലിനെ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഇയാൾ കേസിന്റെ തെളിവുകളടക്കം നശിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ SIT മുന്നോട്ട് വെക്കും. കൂടാതെ തന്നെ രാഹുൽ ഈ ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരിക്ക് എതിരായിട്ട് നടത്തിയിട്ടുള്ള ഭീഷണികളുടെ അടക്കമുള്ള ശബ്ദ സന്ദേശങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. രാഹുൽ ഗർഭചിത്രത്തിനടക്കം നിർബന്ധിച്ചതും പിന്നീട് ആളെ ഒഴിവാക്കുന്നതിന് വേണ്ടി, അതായത് പരാതിക്കാരിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി അടക്കമുള്ള തരത്തിലുള്ള നടത്തിയിട്ടുള്ള ഭീഷണി, ഈ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നതാണ്. ഏതായാലും അത്തരം സംഭവങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഏതായാലും മുൻകൂർ ജാമ്യത്തെ SIT എതിർക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്ന, രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ആദ്യ ബലാത്സംഗ കേസിൽ അതിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ ഉള്ളത്. എന്തായാലും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. അതിനെതിരെ നൽകിയ അപ്പീലാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. എന്തായാലും അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഈ ജാമ്യാപേക്ഷയെ എതിർക്കുക തന്നെ ചെയ്യും. കിരണാണ് വിവരങ്ങളുമായി ചേർന്നത്.